ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് കറിയുടെ റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു എഗ് കറിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പേസ്റ്റല്ല, ഞാൻ ചോപ്പറിലിട്ടതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ ഞാനിതും ചോപ്പറിലാണ്, സവോള 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഞാൻ ചോപ്പറിലാണ് അടിച്ചെടുത്തത്. അങ്ങനെ 2 സവോള ഇടുക. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. വേറെ ഒരു മസാലയും ചേർക്കേണ്ട. മഞ്ഞൾപ്പൊടിയും ഈ ചിക്കൻ മസാലപ്പൊടി, പിന്നെ നമുക്ക് പെപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിന് പെപ്പർ ചേർക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ഒരു 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്, അതും ചേർക്കുക. പിന്നെ കറിവേപ്പിലയും ചേർക്കുക. അതിനുശേഷം നല്ലപോലെ ആ പൊടിയുടെ അത് മണം, ഇതൊരു പച്ചമണം ഉണ്ടല്ലോ, അത് മാറുന്ന വരെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ, അല്ലെങ്കിൽ പൊടി കരിയായിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരുന്നൊരു സാധനമാണ് ഇത്. മാഗിയുടെ ക്യൂബ്സ് നമുക്ക് കിട്ടും. അത് ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെയാണ് ആ ക്യൂബ്. അപ്പോൾ ഒരു ക്യൂബ് ഇട്ടാൽ മതി. അത് എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ പൊടിയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക. ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കി ഇടുക. പിന്നെ നമുക്ക് മുട്ട ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് കൊടുത്താൽ മതി. മാക്സിമം ഉടയാതെ നോക്കുക. എൻ്റേത് 2 എണ്ണം ഉടഞ്ഞു പോയി. കുഴപ്പമില്ല, നിങ്ങളത് സൂക്ഷിച്ച് ഇടാൻ നോക്കുക. ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് അടച്ച് വയ്ക്കുക. ഇനി അത് ഇളക്കമൊന്നും ചെയ്യരുത്, ആദ്യം അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വെന്തതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. കറിയുടെ ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ എഗ് കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തി, പൂരി, ഇടിയപ്പം, പുട്ട് എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ. ശരിക്കും ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.